തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ഒരു ശ്രമം. മീറ്ററിൽ നിന്നും വാതിലിലേക്ക് വയറ് കണക്ട് ചെയ്താണ് കൊലപാതക ശ്രമം. നെയ്യാറ്റിൻകര മഞ്ചവിളാകം സ്വദേശി രമ്യയുടെ വീട്ടിലായിരുന്നു സംഭവം നടന്നത്. വാതിൽ തുറക്കുന്നതിനിടെ രമ്യയുടെ മകന് ഷോക്കേൽക്കുകയും ചെയ്തു. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരെന്ന് വ്യക്തമല്ല. പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു. എം ജി പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എം ജി പ്രതീഷ്, ഇതെന്താ സംഭവിച്ചത്? ഈ രമ്യയും രണ്ട് മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇതാരൊക്കെയാണ് ഇവരോട് ഇത്രയും വലിയ വിരോധം? അരുൺകുമാർ, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അമ്മയെയും രണ്ടു മക്കളെയും ഷോക്കടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമമുണ്ടായത്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഈ സംഭവം. മഞ്ചവിളാകം സ്വദേശിയായ രമ്യയും രണ്ട് ആൺമക്കളും വീട്ടിൽ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഭർത്താവുമായി കുറച്ചു നാളുകളായി അകന്ന് കഴിയുകയാണ്. ഈ രാവിലെ മകൻ മുൻവശത്തെ വാതിൽ തുറക്കുന്ന സമയത്താണ് 13 വയസ്സുകാരനായ ആൺകുട്ടിക്ക് ആദ്യം ഷോക്കേൽക്കുന്നത്. തുടർന്ന് സംശയം തോന്നി പുറകുവശത്തെ ഡോറ് വഴി പുറത്തേക്ക് വരുമ്പോഴാണ് സമീപത്തെ മീറ്റർ ബോർഡിൽ നിന്ന് വയർ വാതിലിലേക്ക് കണക്ട് ചെയ്യുന്നത് കണ്ടത്. ആരാണ് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വാതിലിന് തൊട്ട് സമീപത്ത് തന്നെയാണ് മീറ്റർ ബോർഡ് ഉള്ളത്. അവിടെ നിന്ന് ഒരു വയർ കണക്ട് ചെയ്ത ഈ വാതിലിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാവിലെ വാതിൽ തുറക്കുന്ന സമയത്ത് ഈ മകന് ഷോക്കേറ്റത്. 13 വയസ്സുകാരനായ ആൺകുട്ടിയാണ്. പക്ഷേ കാര്യമായ പരിക്കൊന്നും തന്നെ ഇല്ല. അതാണ് ആശ്വാസകരമായ കാര്യം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നതാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം നടത്തേണ്ടതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ആരാണ് അതിന് പിന്നിൽ എന്നത് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ അമ്മയിൽ നിന്നും മക്കളിൽ നിന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ആ മൊഴി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ആ ഒരു നിഗമനത്തിലേക്ക് എത്തുക. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയായിരിക്കും ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം നടന്നത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സമീപത്തെ CCTV അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ആ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ വൈകാതെ തന്നെ ഇതിന് കാരണക്കാരായവരെ കണ്ടെത്താൻ കഴിയും എന്നതാണ് മാരായമുട്ടം പോലീസ് പറയുന്നത്. ശരി, ആരാണ് ഈ ചെയ്തതെന്ന് അറിയില്ല. ഭർത്താവുമായിട്ട് അകന്ന് താമസിക്കുകയാണ്. ഇനി ആരെങ്കിലും ആണോ, ആരാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഊഹം പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ അവിടെ അത് ചെയ്തിരിക്കുന്നത് നോക്കൂ. അവിടെ നിന്ന് മെയിൻ സ്വിച്ചിന്റെ അവിടെ നിന്ന് കണക്ഷൻ എടുത്ത് ഈ കയ്യിൽ കൊണ്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹാൻഡിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. പാവം ആ കുട്ടി 13 വയസ്സല്ലേ ഉള്ളൂ. ആരാണെങ്കിലും അത് വല്ലാത്ത ക്രൂരതയായിപ്പോയി എന്ന് മാത്രം പോലീസ് കണ്ടുപിടിക്കുക തന്നെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരതയുണ്ടെങ്കിൽ മാത്രമാണ് ഈ കുഞ്ഞുങ്ങളാണ് രാവിലെ വന്ന് തുറക്കുന്നത് എന്ന് ഇയാൾക്കറിയില്ലേ? അല്ലെങ്കിൽ ഈ കൊണ്ടുവച്ച ഇയാൾക്ക് മനസ്സിലാവില്ലേ? എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബവിരോധമാവാനാണ് സാധ്യത.